ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു FC Boy ഗെയിമിംഗ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഒരു 3 വീക്ക് ഈ ഒരു ചാനൽ ചത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഈ ചാനൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ചാനൽ ജേർണി നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ പുതിയ സ്റ്റിക്ക് വാർ മെർജ് എന്ന് പറയുന്ന ഒരു ഗെയിമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ന്യൂ ഗെയിമാണ്, എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ ദിസ് ഈസ് അവർ ഗെയിം. ഇതുണ്ടോ, ഇതിങ്ങനെ ആക്കുമ്പോൾ നമുക്കൊരു ആഡ് ഉണ്ട്. അത് ഞാൻ പൊക്കാം ഗൈസ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ആഡുകൾ വരും. അപ്പോൾ ഇത് കണ്ടേ, ഇങ്ങനെ ആക്കിയിട്ട് ഇവർ രണ്ടാളെയും ഒന്നിക്കുമ്പോൾ വേറൊരു പടയാളിയാവും. കണ്ടേ, എന്നിട്ട് ഇവർ രണ്ടാളും ഒന്നിക്കുമ്പോൾ വേറൊരു പടി, ഇവർ രണ്ടാളും നിൽക്കുമ്പോൾ വേറൊരു പടയാളിയും. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 60 ലെവൽ എത്തിക്കണം. ഇതാണ് നമുക്ക് ഇന്ന് തന്നിട്ടുള്ള ടാസ്ക്. ലെവൽ 50 എത്തി, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതൊക്കെ കാണിക്കണ്ട, നിങ്ങൾക്ക് കളി മനസ്സിലാവില്ല. ഓക്കെ ഗൈസ്, ഞാൻ കുറച്ചധികം ടാസ്ക് നമ്മൾ എടുക്കേണ്ടി വരും. എന്നാൽ ഡ്രാഗൺ പറഞ്ഞാൽ 34 മില്യൺ വ്യൂസ് നമുക്ക് ഈ വീഡിയോ കാണേണ്ടായിരുന്നു. നമുക്ക് ഇതെല്ലാതെ പറയുന്നത് തിരിഞ്ഞു പോലില്ല വ്യൂസ്. ഞാൻ പറയുന്നത് ഒന്ന് പറയും അപ്പോഴൊരു ഒരു ഫോട്ടോ, ഒന്ന് പറയും അപ്പോഴൊരു ഒരു ഫോട്ടോ. എന്തോ വലിയ കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ടാ. ഓക്കെ ഗൈസ്, നമ്മൾ വീഡിയോ അങ്ങ് വിട്ടു. ഓക്കെ, നമ്മൾ കുറച്ചെണ്ണത്തിനങ്ങ് മേടിച്ച് പോയി. എന്നൊരു തൊട്ടുപോയതാണ്. ഓക്കെ, എന്തായാലും ഒന്ന് ചേർക്കാം. ഓക്കെ, ഇതിന് കൂട്ടായിട്ട് ആരുമില്ല ഗൈസ്. ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ഫൈറ്റ്. ഓക്കെ, ഇവനിവിടെ വെക്കണ്ടാവും. ഓക്കെ ഗൈസ്, നമുക്ക് ഏറ്റവും പവറിൽ താടിക്കാരനാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ നിന്ന് പോയി നോക്കാം. നമ്മൾ ചാവുമോ അവർ ചാവുമോ? ഓക്കെ, നമ്മൾ ചത്തിട്ടുണ്ട്. 2 മില്യൺ. വീണ്ടും ആ ഡ്രാഗൺ തന്നെ പറന്നു പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു വീഡിയോ കാണുന്നുണ്ട്. എന്താ വീഡിയോ കാണുന്നതെന്ന് വെച്ചിട്ട് ഇങ്ങനെ കളിച്ചിട്ട് എന്തായാലും നമുക്ക് പൈസ കിട്ടാൻ പോകുന്നില്ല. മതിയായിരിക്കും കളിച്ചിട്ട്. അതിനെക്കാട്ടും നല്ല കുറേ വീഡിയോസ് കണ്ട് അങ്ങാക്കുന്നില്ല ഗൈസ്. അതല്ലേ അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് സ്കൂളൊക്കെ തുറക്കുന്നല്ലേ, നമ്മൾ വീണ്ടും സ്കൂൾ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു ഗൈസ്. ഇനി ഒരാഴ്ച 2 ആഴ്ച എത്രയുണ്ടല്ലോ. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സ്കൂൾ തുറക്കുന്നതിന് ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഓക്കെ, ഈ സ്കോഡ് കൊണ്ട് നമ്മൾ ജയിക്കുമോ? ജയിക്കില്ല. ജയിച്ചു കഴിഞ്ഞാൽ വലിയ അമ്പരിക്കൊന്നും വേണ്ട, അത്ര വലിയ സ്കോഡൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, എന്തായാലും തോറ്റിട്ടുണ്ട്, അപ്പോൾ ഒന്നും പറയണ്ട. ഈ ഡ്രാഗൺ പിന്നെ 55 മില്യൺ ഗൈസ്. എന്തായാലും നമുക്ക് ഈ വീഡിയോ കാണണം. ഡു യു വിഷ് ടു കണ്ടിന്യൂ? വേണോ? അടുത്തേക്കാം ഗൈസ്. ഓക്കെ, ഞാൻ സൗണ്ട് കുറച്ചിട്ടുണ്ട്, അതാകുമ്പോൾ നിങ്ങൾക്ക് കേൾക്കണ്ടോ. എനിക്ക് നേരത്തെ സൗണ്ടൊന്നും ഇല്ലല്ലോ. എൻ്റെ ഫോണിന് കുഴപ്പമാണ്, പേടിക്കണ്ട ഗൈസ്. അപ്പോൾ ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ, അടുത്ത ഏതെങ്കിലും ഗെയിം സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗെയിമിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. ഞാൻ ഗെയിം സെൻറ്ററിൽ പോയിട്ട് അത് അടിച്ചിട്ട് നമുക്ക് പറഞ്ഞു. ഓക്കെ, നമുക്ക് എന്തായാലും സംഭവം പൈസ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചാളെ വാങ്ങാം. എനിക്കൊന്ന് ഇതിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാതെ ആക്കുന്നത് നല്ലതാണെന്ന്. അതായത് എല്ലാവരും വേണം.
എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്കിപ്പം ജയിക്കാൻ പറ്റുമായിരിക്കും. എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങും ഇങ്ങും കളിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ മുമ്പിൽ വെക്കാം. എല്ലാവരെയും കൊല്ലാണ്ട് ഇവൻ നേരെ അമ്പും വില്ലും. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും തോറ്റിരിക്കുന്നു ഗൈസ്. വാട്ട് എ ഹെൽ ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ ആ ഡ്രാഗൺ എടുത്തില്ല. ഈ സ്കോഡ് കൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അഥവാ 60-ാം ലെവലിൽ എത്ര കളിച്ചിട്ടും എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഗെയിമിൽ നിന്ന് തന്നെ പുറത്താകുന്നതായിരിക്കും. കാരണം ഈ ഗെയിമിൻ്റെ നിയമം അതാണ് ഗൈസ്. നമുക്കൊരു ടാസ്ക് തരും. അതായത് നമ്മളിപ്പം 50 ലെവലാണെങ്കിൽ 55 ലെവൽ എത്തിക്കണം ഈ ഒരൊറ്റ ദിവസം കൊണ്ട്. അതായത് ഇന്ന് അവർ സ്കാൻ ചെയ്യും, ഇന്ന് തന്നെയാണോ നമ്മൾ എത്തിച്ചതെന്ന്. നമുക്ക് വേണേൽ ആരെ കൊണ്ടും കളിപ്പിക്കാം, പക്ഷേ 55 ലെവൽ എത്തണം, അത് വേറെ കാര്യം. കണ്ട മടുത്ത്. ഇവർക്കൊരു 5 മിനിറ്റിൻ്റെ ആഡ് എന്നാൽ പോരെ. അയ്യോ 5 മിനിറ്റ് അല്ല, സോറി 5 സെക്കൻഡിൻ്റെ ആഡ് എന്നാൽ പോരെ. ശ്രീകൃഷ്ണ ടു അരുണന്ദ. ഓ, ടെക്സ് മാർക്ക് വന്നായിരുന്ന. സോറി ഗൈസ്, ഞാൻ കണ്ടില്ല. മാറ്റട്ടെ. പോയി. 88 ഗൈസ്. നിങ്ങൾ ഗസ് ചെയ്യ് ഈ റൗണ്ട് നമ്മൾ ജയിക്കുമെന്ന്. ഞാൻ കുറേ ആളെ കീച്ചിട്ടുണ്ട്, അത്യാവശ്യം ആളെ കീച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ജയിക്കോ ഇല്ലയോ. നിങ്ങൾ ഗസ് ചെയ്യിക്കാൻ വേണ്ടിയില്ല, അപ്പോഴും നിങ്ങൾ ഗസ് ചെയ്തിട്ട് ഞാൻ കറക്റ്റ് ടൈമൊക്കെ നോക്കിയിട്ട് നിങ്ങളെ കമൻറ്റ് നോക്കും. അതിലാരുടെയാണോ എന്നാൽ അവരെ കമൻറ്റിൽ ഞാൻ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് റിപ്ലൈ തരും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൻ്റെ വീഡിയോ ഒക്കെ വേണ്ടേ? FC-ൻ്റെ വീഡിയോ ഒക്കെ വേണ്ടേ ഗൈസ്? ഒരു സങ്കടമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് വിട്ടു. ഞാൻ അവസാനം ഡിലീറ്റാക്കി. എൻ്റെ ഫോൺ ഭയങ്കര ഹാങ്ങാണ്, അതുകൊണ്ട് ഡിലീറ്റാക്കി. FC ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് FC-ൻ്റെ വീഡിയോസൊക്കെ നോക്കിയിട്ടിടാം. ഓക്കെ, ഈ റൗണ്ട് നമ്മൾ ജയിക്കുമോ ഗൈസ്? ജയിക്കുമോ? ഗൈസ്, ഈ റൗണ്ട് നമുക്ക് വിജയമില്ല. ഓക്കെ, ഇവൻ ഇവിടെ നിർത്താം. അതാകുമ്പം ഇവനെയാണ് ഫസ്റ്റ് കൊല്ലുക. എന്നിട്ട് ഞാനിപ്പോൾ മാറ്റിക്കളിക്കുന്ന ഇവനെയാണ് ഫസ്റ്റ് കൊല്ലുക. അപ്പോൾ നമ്മൾ ഈ മൂലക്കുള്ളില്ല, ഇവനാണ് പവർഫുള്ള്. അപ്പം നമുക്ക് ഏകദേശം സംഭവങ്ങളൊക്കെ പിടിച്ച് ഈ റൗണ്ടും ആരൊക്കെ ഗസ് ചെയ്തിന് ഈ റൗണ്ട് ജയിക്കുമെന്ന് അവരൊക്കെ മൂഞ്ചിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത റൗണ്ട് നോക്കാം. 59 മില്യണോ ഗൈസ്? അപ്പോൾ കറക്റ്റ് 100 മില്യൺ ഉണ്ട് ഗൈസ്. 100 മില്യൺ പൊട്ടിക്കും. ഓക്കെ, ക്യാൻസൽ എടുക്കാം. വീഡിയോ കാണുന്നു, വേണ്ട. ഓക്കെ, നമ്മൾ പഴയ പരിപാടി തന്നെ, എല്ലാത്തിനും ഒരുമിച്ച് വെക്കുക, കൊണ്ടുപോവുക. ഓക്കെ, വാ തോമര പെണ്ണേ, നീ ഏതാ പൊട്ടത്തി മോളെ? അങ്ങനെയുണ്ട് ഈ പാട്ട്, നോട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. അവൻ അഭിനന്ദിക്കൊന്നും വേണ്ട, കൈയടിക്കൊന്നും വേണ്ട, ഇതൊക്കെ സില്ലി കേസസ് കേസ്. ഓക്കെ, എടാ ഊനാകാം തിരിയില്ലേനും ഗൈസ്. എടാ ഡ്രാഗൺ എടുത്താലോ? 145 ഇടണോ? നമ്മളെ കാണുന്നുണ്ട് ഗൈസ്, 145 മില്യൺ. വി ആർ ഔട്ട്.
നമ്മൾ തുടങ്ങിയിട്ട് കുറേ നേരമായി, 10 മിനിറ്റ് എങ്ങനെ ആവാനായി. എന്നിട്ടും ഈ ആഡ് തന്നെ കാണിക്കുന്നു. എടാ വേറെ ഏതെങ്കിലും ആഡ് കാണുന്ന എനിക്ക് മടുപ്പ് വരുന്നില്ലെങ്കിൽ ഓഡിയൻസിന് മടുപ്പ് വരുന്നുണ്ടാ. വേറെ ഏതെങ്കിലും നല്ലൊരു ആഡ് കണ്ടുപിടിക്കും. ശ്രീകൃഷ്ണ ടു എവരിബഡി ഓൺ ദി ബാറ്റിൽ ഗ്രൗണ്ടാ. അങ്ങനെ പബ്ജിൻ്റെ കാര്യമെല്ലാം പറയുന്നു. 159 ഓക്കെ ഗൈസ്, ഈ സ്കോറിൽ ഞാൻ ആരെയും മാറ്റുന്നില്ല. നേരെ ഞാനങ്ങ് പോയി ആരെയും ഒരുമിച്ചൊന്നും വെക്കുന്നില്ല. അഥവാ ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പോകാൻ പറ്റും. ഗൈസ്, ഈ റൗണ്ട് നമ്മൾ ജയിച്ചിരിക്കുവാണ്. ഗൈസ്, അങ്ങനെ ഈ റൗണ്ട് നമ്മൾ ജയിച്ചിരിക്കുവാണ്. ഓക്കേ, നമുക്ക് ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. എല്ലാവരും ഒരുമിച്ചങ്ങ് ഇറക്കുക, ആരെയും മാറ്റാൻ നിൽക്കണ്ട. എല്ലാവരും ഒരുമിച്ചങ്ങ് ഇറക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 60 അല്ല 70 റൗണ്ട് വരെ പോകാൻ പറ്റും. ഗായ്സ്, നമ്മൾ വീണ്ടും റൗണ്ട് ഇതാ തൂക്കിയിരിക്കുന്നു. 51 റൗണ്ട് നമ്മൾ തൂക്കിയിരിക്കുന്നു. ഒരുത്തൻ ഇവിടെ വന്ന് കളിക്കുന്നു. ഗൈസ്, നമ്മൾ വീണ്ടും ഈ റൗണ്ട് തൂക്കി. ഓക്കെ, ഇനി അടുത്ത റൗണ്ട്. ഗൈസ്, 51 റൗണ്ടിൽ നമ്മുടെ സ്കോഡ് ചേഞ്ച് ചെയ്തിയാണ്. ഇപ്പം 53 ഈ റൗണ്ടും കൂടി ജയിച്ചു കഴിഞ്ഞാൽ യെസ് ഗൈസ്. ഇനി സ്കോഡ് മാറ്റേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 60 വരെ ഈ സ്കോഡ് തന്നെ മതിയായിരിക്കും. ഗൈസ്, ഇത് സിമ്പിളാണ്. ഇത് ഗൈസ് ഞാനാ പറയുന്നത്, ഇത് നമ്മൾ ജയിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്തോ. അഥവാ ജയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ ബെറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ. ജയിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്ത്, ജയിച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. യെസ് ഗൈസ്, ജയിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ട്. ആര് സബ്സ്ക്രൈബ് ചെയ്ത് പറഞ്ഞാൽ ബെറ്റ് വെച്ചാണ് ഗൈസ്. അതുകൊണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത്. ഗൈസ്, അമ്പും ബില്ലും വെക്കുന്നവൻ കുറച്ച് സെറ്റാണ്. പക്ഷേ തോൽപ്പിച്ച് ജയിച്ച്. ഗൈസ്, നമ്മൾ ഊറ്റി അമ്പും ബില്ലും വെക്കുന്ന ആൾ തോറ്റിട്ടില്ല. എന്തേലും പറയാ. ഗൈസ്, അമ്പും ബില്ലിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ഓർമ്മയില്ല. പഠിക്കാൻ വിട്ട സമയത്ത് പഠിച്ചാൽ മതിയായിരുന്നു. ഗൈസ്, നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ 5 മൈൽ തെരുവ് സ്കൂളിലാണ്. ആ സ്കൂളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക, നമുക്ക് ഒന്ന് മീറ്റ് ചെയ്യാമല്ലോ. 57 ലെവൽ, 51 ലെവലിൽ സംഭവം മാറ്റിയതാണ്. ഈ ഒരു സ്കൂളിൽ ആരും മാറ്റണോ? ഓക്കെ, അവനെ മാറ്റാനൊക്കെ പറയുന്നുണ്ട്, ഞാൻ മാറ്റത്തില്ല. അവനവിടെ ഇങ്ങോട്ടെല്ലാം വരുന്നു. അവനവിടെ എത്തുമ്പോഴേക്ക് ചത്തു ഗൈസ്. അത് വേറെ കാര്യം. ഇതിനകത്ത് നമ്മൾ തന്നെ ചേച്ചി വലിയവൻ ചെറിയവനെ തോൽപ്പിച്ച് എന്ന ടൈറ്റിലായി 57 ലെവലിലും നമ്മൾ തൂക്കിയിരിക്കുന്നു. ഈ ലെവല് തൂക്കാൻ പറ്റുമോയെന്നറിയില്ല, കുറച്ച് പാടാണ്. കുറച്ച് ആൾക്കാരുണ്ട്. അയ്യോ ഗൈസ്, ഫുൾ അങ്ങോട്ട് അമ്പും ബില്ലാണ്. ഗൈസ്, 58 ലെവലും നമ്മൾ തൂക്കിയിരിക്കുന്നു. 59 ലെവലാണ്. ഈ ലെവലും തൂക്കി നമ്മൾ 60 ലെവലും തൂക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഗെയിംസ് വേണമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായി ഗൈസ്.
ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ 60-ാം ലെവലും കടന്നു പോയിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. നോക്കട്ടെ കംപ്ലീറ്റ് ആയതിനാണ്. ഗായ്സ് 60-ാം ലെവലിൽ നമ്മളങ്ങ് തൂക്കിയിരിക്കുന്നു. നമുക്ക് 61-ാം ലെവലും കൂടി കളിച്ച് ഈ ഒരു വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇങ്ങനെ വേറെ ഗെയിം കളിക്കുന്ന വീഡിയോ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നത് നിർത്തി ഗൈസ്. അപ്പോൾ ഞാനൊരു ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ ഇടാം. ഓക്കെ ഗൈസ്, 61-ാം ലെവലിൽ നമ്മൾ തൂക്കിയിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, 236 മില്യൺ വെറുതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.